നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ മുന്നറിയിപ്പിന് പിറകെ മക്ക മേഖലയിലെ ചില സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചതായി റിപ്പോർട്ടുകൾ. നിരവധി വാഹനങ്ങൾ നിരത്തുകളിൽ ഒലിച്ചുപോയിരുന്നു. മക്ക മസ്ജിദുൽ ഹറമിലും മഴ പെയ്യുകയുണ്ടായി. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് ഇടത്തരം മുതൽ കനത്ത വരെ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രി 7 മണി വരെ മേഖലയിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മക്കയുൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തുടരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഹറം പരിസരത്തും മക്കയുടെ വിവിധ ഭാഗങ്ങളിലും ഇടിയും കാറ്റോടുകൂടി നല്ല മഴയാണ് ഉണ്ടായത്. ചില ഡിസ്ട്രിക്റ്റുകളിൽ കനത്ത മഴയെ തുടർന്ന് റോഡുകളിലും റൗണ്ട് എബൌട്ടുകളിലും വെള്ളക്കെട്ടുണ്ടായി. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിർത്തിയിട്ട ചില വാഹനങ്ങൾ മഴവെള്ള ഒഴുക്കിൽപ്പെട്ടു. മരങ്ങൾ കടപുഴകി വീണു. പല സ്ഥലങ്ങളിലും മാലിന്യപ്പെട്ടികൾ ഒലിച്ചുപോയി. ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിന് നടുവിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് മക്ക അൽഷറായ ഹൈവേ ഒരു ഭാഗം അടച്ചു. വെള്ളം നീക്കം ചെയ്ത് റോഡ് വേഗം തുറന്നുകൊടുക്കാൻ മുനിസിപ്പാലിറ്റി വേണ്ട ഉപകരണങ്ങളും തൊഴിലാളികളെയും സ്ഥലത്ത് വിന്യസിച്ചു. പ്രധാന റോഡുകളിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളും നിലയുറപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 7 വരെ മക്ക മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദൂരക്കാഴ്ച കുറയുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാവിലെ മുതൽ ആകാശം മേഘാവൃതമായിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകൾ വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നു. വിമാനയാത്രക്കാരോട് യാത്രാ സമയത്തിൽ മാറ്റമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിമാന കമ്പനികളുമായി ആശയവിനിമയം നടത്താൻ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവള അധികൃതർ ആവശ്യപ്പെട്ടു. ത്വായിഫിലും നല്ല മഴയുണ്ടായി. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതലായി തൽക്കാലത്തേക്ക് തായിഫിലെ അൽഹദ ചുരം റോഡ് അടച്ചു. മഴയെ തുടർന്ന് പ്രദേശത്ത് തണുപ്പ് കൂടി. ജിദ്ദയുടെ ആകാശവും മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ മഴയ്ക്ക് ശേഷം ആകാശം തെളിഞ്ഞിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെ ചില ഭാഗങ്ങളിൽ നേരിയ മഴയുണ്ടായി. ബുധനാഴ്ച വൈകിട്ട് കാലാവസ്ഥാ കേന്ദ്രം ജിദ്ദയിൽ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ വേണ്ട മുൻകരുതൽ എടുത്തിരുന്നു. സിവിൽ ഡിഫൻസ് ആളുകൾക്ക് ജാഗ്രതാ സന്ദേശം അയക്കുകയും ചെയ്തു. മഴ തീരുന്നതുവരെ അത്യാവശ്യത്തിനല്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ഒഴുക്കുള്ള സ്ഥലങ്ങളിലേക്ക് അടുക്കരുതെന്നും മക്ക മേഖലയിലെ ദുരന്ത നിവാരണ കേന്ദ്രം നിർദ്ദേശിച്ചു. സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച അവധി നൽകിയിരുന്നു. മദീന, അൽവജഹ്, തബൂക്ക് എന്നിവിടങ്ങളിലും വെള്ളിയാഴ്ച മഴയുണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.